ഹായ് SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രണയം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഭയങ്കര ഒരു എല്ലാവർക്കും ഭയങ്കര ഇമോഷണലി ഉള്ള ഒരു സംഭവമാണല്ലേ. അതായത് പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും ഡിഫറെൻ്റ് ആണ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിയിലാണ് പ്രണയമുള്ളത്. അപ്പോൾ ഇന്നത്തെ ജനറേഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രണയത്തിന് വേണ്ടി ഏതൊരു അറ്റം വരെയും പോകാൻ മടിയില്ലാത്ത, അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് ഈ ഒരു ജനറേഷനിൽ പെട്ടിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പ്രണയം കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും, അതിനൊന്നും യാതൊരു മടിയില്ല എന്ന് വിചാരിക്കുന്നവരാണ്. പണ്ടും ഏകദേശം അങ്ങനെയാണ്, പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി അങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇവൾ ഉറപ്പായിട്ടും എന്നെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് റിസൾട്ട് ഉണ്ടാവും എന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നവരാണ് ഇന്നത്തെ തലമുറക്കാരെന്ന് പറയുന്നത്. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും കുറേ പേർക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ആൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവൾ എന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ എന്താണെന്നറിയില്ല അവൾ എന്നെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. ഇത് നിങ്ങളത് ഫോളോ ചെയ്യുക. ഇത് ആൺകുട്ടികൾക്കുള്ളതാണ്. നിങ്ങളെ ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട്, അതായത് അവർ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. ഇതിൽ നമ്മുടെ ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രസ്സിങ് തന്നെയാണ്. ഈ ഒരു ഡ്രസ്സിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പം മറ്റൊരാളുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള ഒരു ചിന്ത പോസിറ്റീവ് ആക്കാനും നെഗറ്റീവ് ആക്കാനും നമ്മുടെ ഡ്രസ്സിങ്ങിലൂടെ കഴിയും എന്നുള്ളതാണ്. നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് അയാളെ ആദ്യം വിലയിരുത്തുന്നത് അയാളുടെ ഡ്രസ്സിങ്ങിലാണ്. അതായത് ടോട്ടൽ അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിയിട്ടാണ്. വളരെ നീറ്റായിട്ടും വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് അയാൾ ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും എന്ന് മാത്രമല്ല നമുക്ക് തന്നെ പ്രത്യേക ഒരു ഇഷ്ടം അയാളോട് തോന്നുന്നുള്ളതാണ്. കാരണം അയാൾക്ക് ലളിതമായിട്ടുള്ള ഡ്രസ്സായിരിക്കാം, പക്ഷേ ഏറ്റവും മാച്ചിങ് ആയ രീതിയിലാണ് അയാൾ ഇട്ടിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അതേപോലെ നീറ്റായിട്ട് ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ അയൺ ചെയ്തിട്ടാണെങ്കിലും അതെല്ലാം കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ ഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിപ്പോൾ നമുക്ക് ഭയങ്കര മോഡേൺ ആയിട്ടുള്ള കുറേ ഡ്രസ്സുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇതൊന്നും ഇട്ടിട്ട് നിങ്ങൾക്ക് വലിയ ഭംഗിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഷർട്ടും മുണ്ടാണ് ഭംഗിയെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പോവുക. അതായത് നിങ്ങൾക്ക് ഏത് ഭംഗിയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത്, ഏത് ഡ്രസ്സ് ഇടുമ്പോഴാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ കൂടുന്നത്, ഏത് ഡ്രസ്സിലാണോ നിങ്ങൾക്ക് ഭംഗിയുള്ളത് ആ രീതിയിൽ ഡ്രസ്സ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രശംസ എന്ന് പറയുന്ന കാര്യം. ഈ പ്രശംസ എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അവരുമായിട്ട് ചെറുതായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങി എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് സംസാരിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ ഒന്ന് പ്രശംസിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് അവരുടെ ഭംഗിയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പുകഴ്ത്തി പറയാം. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഡ്രസ്സിന് തന്നെയാണെന്ന് വിചാരിക്കാം, അത് നന്നായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയാം. ഒറ്റയ്ക്ക് കയറി പറയണമെന്നല്ല, ചെറുതായിട്ട് സംസാരിച്ച് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയാം, സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങൾ പറയാം, ഇന്ന് നിൻ്റെ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, അതായത് നിനക്ക് നല്ല മാച്ച് ഉണ്ട് ഡ്രസ്സ് എന്നുള്ള രീതിയിൽ പറയാം. ഇത് അവർക്ക് ഭയങ്കര സന്തോഷമാണെന്ന് മാത്രമല്ല അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. സോ അവരെ ഹാപ്പി ആക്കുന്ന, അതായത് പെൺകുട്ടികളെ ഹാപ്പി ആക്കുന്ന, അവരുടെ കോൺഫിഡൻസ് കൂട്ടുന്ന ആൾ ആരാണോ അവരുടെ കൂടെ നിൽക്കാനാണ് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശംസകൾ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, സത്യം മാത്രം പറയുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പ്രശംസിക്കുക എന്നുള്ള രീതിയിൽ ഒരിക്കലും അവരുടെ ഡ്രസ്സ് ബോറാണ് എന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ടെന്ന് പറയാൻ നിൽക്കരുത്. കാരണം അവർക്ക് തന്നെ ഓൾറെഡി അറിയുന്നുണ്ടാവും ഇന്ന് ഞാൻ എൻ്റെ ഡ്രസ്സ് എന്തോ തീരെ രസമല്ല, അല്ലെങ്കിൽ എന്തോ ഒരു കംഫർട്ടബിൾ അല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് തന്നെ തോന്നുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ കയറിയിട്ട് എന്തൊരു ഡ്രസ്സ് നല്ല ഭംഗി കിട്ടും എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പുകഴ്ത്താൻ വേണ്ടി മാത്രം പറയുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഉള്ളതുപോലെ പറയാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ നിങ്ങളിത് ഭംഗിയില്ല എന്ന് പറയാനാണെങ്കിലും ഒറ്റയടിക്ക് ഒരിക്കലും പറയരുത്. സംസാരിച്ച് കുറേ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പറയാം, ഈ ഡ്രസ്സ് നിങ്ങൾക്ക് എന്തോ അത്ര വലിയ രസമല്ല കേട്ടോ, നിങ്ങൾക്ക് വേറെ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കിയാൽ രസം ഉണ്ടാവും എന്നുള്ള രീതിയിൽ, ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാനായിട്ട് ശ്രമിക്കാം. അതായത് ഇത് രസമല്ല, പക്ഷെ നിങ്ങൾ അതിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. പ്രശംസ പെൺകുട്ടികൾക്ക് ഇഷ്ടമാണ്, അപ്പോൾ ചെറിയ പ്രശംസയൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് തുടങ്ങി കുറച്ചൊക്കെ കഴിയുമ്പോൾ ചെയ്യാനുള്ള കാര്യമാണ്. അതായത് നിങ്ങൾ കുറച്ചൊക്കെ സംസാരിച്ച് രണ്ടുപേരും നല്ല ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവരോട് പറയുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് ഓപ്പൺ ആയിട്ട് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഹോബീസ് ഒക്കെ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും കള്ളത്തരം പറയാൻ ശ്രമിക്കരുത്, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇത് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആ പേഴ്സണെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പെൺകുട്ടിക്ക് നിങ്ങൾ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ്. ഒരു പെൺകുട്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ സ്ത്രീകൾ ഇങ്ങനെയാണ്, ഒരാളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അയാളെ സ്നേഹിക്കാൻ തുടങ്ങുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആണ് അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തുടങ്ങുക. പക്ഷെ പെൺകുട്ടികൾ അങ്ങനെയല്ല, കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷമാണ്
ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നത് എന്നുള്ളതാണ്. ചിലരിങ്ങനെയല്ല കേട്ടോ, ചിലർ ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അവരോട് പറയുക എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രശ്നമില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയാം. ഇത് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാക്കാനും പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാനും സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പറയാനായിട്ട് ശ്രമിക്കുക. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഏതൊരു പ്രതിസന്ധിയിലും അവരുടെ കൂടെ നിങ്ങൾ നിൽക്കും എന്നുള്ള രീതിയിൽ അവർ പെരുമാറുക എന്നുള്ളതാണ്. എപ്പോഴും നല്ല സപ്പോർട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഉള്ള കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കള്ളം പറയാനായിട്ട് ശ്രമിക്കരുത്. കാരണം ഇപ്പോൾ എല്ലാ പെൺകുട്ടികളും നോക്കുന്ന കാര്യമാണ് ഫിനാൻഷ്യലി അയാൾ ഇൻഡിപെൻഡന്റ് ആണോ അല്ലെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കുമോ എന്നുള്ളത് എല്ലാ പെൺകുട്ടികളും നോക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിലൊന്നും നിങ്ങൾ ഒരിക്കലും കള്ളത്തരം പറയാൻ ശ്രമിക്കരുത്. കാരണം ഇപ്പോൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് ബാധിക്കാം എന്നുള്ളതാണ്. സോ സത്യസന്ധമായിട്ട് അത്തരം കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ കാര്യങ്ങൾ കൂടി നോക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ അവർ പേഴ്സണൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മാക്സിമം നിങ്ങൾ പറ്റുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ വിട്ടു പോകാനായിട്ട് ഒരു പെൺകുട്ടിയും ആഗ്രഹിക്കില്ല. അയാൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ വേണമെന്നാണ് ഇവർ ചിന്തിക്കുക എന്നുള്ളതാണ്. സോ ആ രീതിയിലേക്ക് നിങ്ങൾ മാറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ പെൺകുട്ടിക്ക് നിങ്ങളോട് സംസാരിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത്ര നാളും വലിയ രീതിയിൽ റിസൾട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന രീതിയിലൊന്നും അല്ല ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണം എന്നില്ല. പെൺകുട്ടിയുടെ സൈക്കോളജി എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫറൻ്റ് ആണ്. സോ അതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെരുമാറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഫോളോ ചെയ്യും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്